ഇന്നത്തെ അറിയിപ്പുകൾ. KSEB പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ പ്രത്യേക വെബ് പോർട്ടൽ നിലവിൽ വന്നു. ഉപഭോക്താക്കൾക്ക് ഓഫീസ് സന്ദർശിക്കാതെ തന്നെ കുടിശ്ശികകൾ ഓൺലൈനിലൂടെ ഇനി തീർപ്പാക്കാൻ സാധിക്കും. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കാനുള്ള സുവർണാവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ KSEB ഒരുക്കുന്നത്. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക. 10 കൊല്ലത്തിനു മുകളിൽ പഴക്കമുള്ള കുടിശ്ശികയുടെ 18% നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കി നൽകും. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശികയ്ക്ക് 18% പകരം 4% മാത്രമായിരിക്കും പലിശ. 2 മുതൽ 5 വർഷം വരെയുള്ള കുടിശ്ശികയ്ക്ക് 18% പകരം 6% പലിശ നൽകിയാൽ മതിയാകും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. മുതലും പലിശയും ഒരുമിച്ച് അടച്ചു തീർക്കുന്നവർക്ക് മുതലിൽ 5% അധിക ഇളവും ലഭിക്കും. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KSEB ഇത്രയേറെ ഇളവുകൾ നൽകുന്നത് ഇതാദ്യമായാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആരോഗ്യമേഖലയിൽ ആശങ്ക പരത്തി മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. രോഗബാധയുണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് 6 മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത് 38 പേരാണ്. മഞ്ഞപ്പിത്തം സംശയിക്കുന്ന 7 പേരും മരിച്ചു. 5474 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സംശയിക്കുന്ന 10201 പേരും ചികിത്സ തേടി. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ മഞ്ഞപ്പിത്തം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2023 മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച 1073 പേരിൽ 14 പേരാണ് മരിച്ചത്. രോഗം സംശയിക്കുന്ന 3508 പേരിൽ ഒരാൾ മരിച്ചു. എന്നാൽ 2024 ഇത് ഇരട്ടിയായി. 7967 രോഗികളിൽ 89 പേരാണ് മരിച്ചത്. രോഗം സംശയിക്കുന്ന 20445 പേരിൽ 7 പേരും മരിച്ചു. വർഷം പകുതിയാകുമ്പോഴേക്കും 5400-ലധികം ആളുകൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചെന്നാണ് വിവരം. മലിനമായ വെള്ളം തന്നെയാണ് വില്ലനാകുന്നത്. ഏപ്രിലിൽ 881 പേർക്കും മേയിൽ 1015 പേർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചപ്പോൾ ജൂണിൽ 767 പേർക്കാണ് രോഗം പിടിപെട്ടത്. 1 മാസം മാത്രം 5 പേർ മരിച്ചു. മഞ്ഞപ്പിത്തത്തിനൊപ്പം മറ്റു രോഗങ്ങൾ കൂടി പിടിപെടുന്നതാണ് പ്രശ്നം തീവ്രമാകാൻ കാരണം. രോഗബാധയുണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം പട്ടികജാതി പട്ടികവർഗക്കാരായ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ജൂലൈ 1 സൗജന്യ പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു. ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്, അരിത്തമാറ്റിക്, ജനറൽ നോളജ് വിഷയങ്ങളിലാണ് പരിശീലനം. +2 ആണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ളവർ തൈക്കാട് പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. KSRTCക്ക് വീണ്ടും സർക്കാർ സഹായം. ഈ മാസം 122 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് സർക്കാർ കോർപ്പറേഷന് അനുവദിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് 6523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ലഭിച്ചത്. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 900 കോടി രൂപയാണ് കോർപ്പറേഷനുള്ള വകയിരുത്തൽ. ഇതിൽ 388 കോടി രൂപ 3 മാസത്തിനുള്ളിൽ ലഭ്യമാക്കിയതായി ധനകാര്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്കു പുറമെ 676 കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു. മൈഫിൻ TV, തിരുവനന്തപുരം. കുടുംബശ്രീ ആലപ്പുഴ പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി ST, ആനിമേറ്റർ കോഓർഡിനേറ്റർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അയൽക്കൂട്ട അംഗം, കുടുംബാംഗം, ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ആനിമേറ്റർ കോഓർഡിനേറ്ററുടെ 1 ഒഴിവും ആനിമേറ്ററുടെ 2 ഒഴിവുകളുമാണ് ഉള്ളത്. ആനിമേറ്റർ കോഓർഡിനേറ്ററുടെ യോഗ്യത ബിരുദവും ആനിമേറ്ററുടെ യോഗ്യത 10ാം ക്ലാസുമാണ്.